പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബോധമറ്റ നിലയിൽ ബെഡ്റൂമിൽ കണ്ടെത്തിയ അരവിന്ദനെ ആംബുലൻസ് വിളിച്ച് നിവിനും വിനീതും കാവേരിയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ ആംബുലൻസിലിരുന്ന കാവേരിയും കരച്ചിലോടെ അച്ഛ ഒന്ന് എഴുന്നേൽക്കച്ച. ഗംഗ ചേച്ചിയുടെ നിശ്ചയത്തിന് ആൾക്കാരെല്ലാരും വന്നു നിൽക്കുക. അച്ഛ കാവേരി അച്ഛ വിളിക്കുന്നേ, എഴുന്നേൽക്കച്ച പ്ലീസ് അച്ഛ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. അവളെ ആശ്വസിപ്പിക്കാനാവാതെ ആകെ തകർന്നിരിക്കുകയാണ് നിവിനും വിനീതും. അവിടെ സ്നേഹതീരത്തിൽ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുക. അച്ഛമ്മയും സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇത്തവണ വന്നതിന് ശേഷം എപ്പോഴും അവനൊരു വയ്യായികയായിരുന്നു. ആരും എന്റെ കുഞ്ഞിനെ നോക്കിയില്ലല്ലോ ദൈവമേ. നിശ്ചയത്തിന്റെ അന്ന് എന്തെല്ലാം കാര്യങ്ങൾ അവൻ പദ്ധതിയിട്ട് വെച്ചിരുന്നത് ഇപ്പൊ ആരോടും മിണ്ടാതെ അവൻ പോയ പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേക്കും ഗംഗയെ ആശ്വസിപ്പിച്ച് അടുത്തിരിക്കുകയായിരുന്ന ശാരദയും ഒന്നും ഉണ്ടാവില്ലമ്മേ, അരവിന്ദേട്ടൻ പോയതിലും ഉഷാറായി തിരിച്ചു വന്ന് നിശ്ചയം നടത്തും, ബിപിയോ മറ്റോ കുറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരയുന്ന ഗംഗയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ശാരദ. ഇളയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നിൽക്കുന്നുണ്ട് യമുനയും. ഇന്ധനയും കൊണ്ട് കുതിച്ചു പാഞ്ഞ ആംബുലൻസ് അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അരവിന്ദനെ സ്ട്രെച്ചറിൽ കിടത്തി ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ചാച്ച എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് കാവേരിയും കൂടെ തന്നെയുണ്ട്. അരവിന്ദനെ ഐസിയുവിനകത്തേക്ക് കയറ്റുമ്പോഴേക്കും പൊട്ടിക്കറിയുന്ന കാവേരിയെ വിനീത് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഡോക്ടറും എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സാർ, രാവിലെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെന്ന് വിനീത് പറയുമ്പോൾ ഓക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ ഐസിയുനകത്തേക്ക് കയറി പോവുകയാ. അപ്പോഴേക്കും കാര്യമെന്നും അറിയാതെ ജയപാലന്റെ ഭാര്യ പ്രവീണയും മകൻ വിശാലും സ്നേഹതീരത്തേക്ക് എത്തുന്നുണ്ട്. നമ്മൾ വൈകിയെന്ന് തോന്നുന്നെന്ന് പ്രവീണ പറയുമ്പോൾ വൈകിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് വിശാലും കാറിൽ നിന്നിറങ്ങുകയാ. അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ശോകമുഖമായ അന്തരീക്ഷവും സിറ്റൗട്ടിൽ സങ്കടത്തോടെ ഇരിക്കുന്ന ഗംഗയെയും കൂട്ടരെയും കാണുന്നുണ്ട്. എന്താ സംഭവിച്ചത്, നോക്കിയേ എല്ലാവരും കരഞ്ഞിരിക്കുകയാണല്ലോ എന്ന് വിശാൽ പറയുമ്പോഴേക്കും വന്നേ എന്ന് പറഞ്ഞ് പ്രവീണയും സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. പ്രവീണ ശാരദയുടെ അരികിലേക്ക് ചെന്ന് എന്താ ശാരദ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കായിരുന്ന യമനയും അച്ഛൻ രാവിലെ വിളിച്ചപ്പോ എഴുന്നേറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആരെ കൊണ്ടുപോയതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ വിനീതും നിവിനുമുണ്ട്, പിന്നെ കാവേരിയും കൂടെ ഉണ്ടെന്ന് ശാരദയും. അതുകൾക്ക് പ്രവീണയും അതിനാണോ എല്ലാവരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ, അരവിന്ദേട്ടൻ പഴയതിലും ഉഷാറായി തിരിച്ചു വരും എന്ന് പറയുമ്പോഴേക്കും പ്രവീണെ അരവിന്ദേട്ടൻ എന്ന് സങ്കടത്തോടെ ശാരദ പറയുന്നുണ്ട്. ശാരദേ നീയല്ലേ ഈ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്, ഒന്ന് കരയാതിരിക്കെ ശാരദ എന്ന് പ്രവീണ പറയുമ്പോഴേക്കും സങ്കടത്തോടെ നിൽക്കുന്ന യമുനയൊന്ന് നോക്കിക്കൊണ്ട് വിശാലും ആരെയോ മൊബൈലിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രവീണ യമുനയോടായി മോളെ അച്ഛമ്മയും വിളിച്ചോണ്ട് അകത്തേക്ക് പോയി, അരവിന്ദേട്ടൻ വന്നു കാണുമ്പോൾ എല്ലാരെയും വഴക്കു പറയും എന്ന് പറഞ്ഞ് ഗംഗയോടായി മോളെ അകത്ത് പോയിരിക്കെ അച്ഛനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ശാരദയെ പിടിച്ചു നിൽപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പ്രവീണ. പിറകെ യമുനയും അച്ഛമ്മയുമായി അകത്തേക്ക് പോകുമ്പോഴേക്കും ചേച്ചി പോവാമെന്ന് ഗംഗയുടെ മടിയിൽ കിടക്കായിരുന്ന നിളയും അവളോടായി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മൂളിക്കൊണ്ട് നിറ കണ്ണുകളോടെ ഇരിക്കുകയാണ് ഗംഗയും. അപ്പോഴേക്കും ഹോസ്പിറ്റലൈസിൽ നിന്ന് ഡോക്ടറും പുറത്തോട്ട് ഇറങ്ങി വരികയാ. എന്തായി ഡോക്ടർ എന്ന് നിവിൻ ചോദിക്കുമ്പോഴേക്കും സോറി ഇദ്ദേഹം മരിച്ചിട്ട് കുറച്ചു നേരമായി എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അത് കേൾക്കെ ആകെ തകർന്ന് അച്ഛ എന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് കാവേരിയും. സങ്കടത്തോടെ നിൽക്കുന്ന വിനീതിനെ നിവിനും ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അവിടെ സ്നേഹതീരത്തിൽ അച്ഛമ്മയും മറ്റും സങ്കടത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. പ്രവീണയും ശാരദയെ അരികിലിരുന്ന് ആശ്വസിപ്പിക്കുകയാ. വിഷമിക്കേണ്ട കേട്ടോ, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പ്രവീണ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരവിന്ദന്റെ മൃതദേഹവുമായി ആംബുലൻസ് സ്നേഹതീരത്തേക്ക് എത്തുന്നത്. വണ്ടിയുടെ ഹോണടി കേൾക്കുമ്പോഴേക്കും എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. വിശാലും ആംബുലൻസിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ആംബുലൻസിൽ നിന്നിറങ്ങിയ വിനീതും അവന്റെ തോളത്ത് കൈവച്ച് പോയെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അരവിന്ദനെ ആംബുലൻസിൽ നിറക്കുമ്പോഴേക്കും ശാരദയും പ്രവീണയും സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട്. അരവിന്ദന്റെ മൃതദേഹവുമായി വിനീതും കാവേരിയും എല്ലാം മുറ്റത്തേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും ആ കാഴ്ച കാണുന്ന ശാരദയും ഒരു മരവിപ്പോടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാ. അരവിന്ദനുമായി അവർ മുറ്റത്തെത്തുമ്പോഴേക്കും ശാരദയും അങ്ങോട്ട് ഓടുകയാ. വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഗംഗയും ആ കാഴ്ച കണ്ട് പകച്ചു നിൽക്കുമ്പോഴേക്കും ശാരദയും നിലവിളിക്കുന്ന കാവേരിയോട് അച്ഛൻ എന്താ പറ്റിയേ പറ എന്ന് വിനീതിനെയും നിവിനെയും എല്ലാം നോക്കിക്കൊണ്ട് ചോദിക്കുക. എന്താ പറ്റിയേ, അരവിന്ദേട്ടൻ എന്താ എഴുന്നേൽക്കാത്തെന്ന് ശാരദ വീണ്ടും നിറ കണ്ണുകളോടെ വിനീതിനെ നോക്കി ചോദിക്കുമ്പോഴേക്കും വിനീതും ഒന്നും പറയാനാവാതെ നിറ കണ്ണുകളോടെ തലയാട്ടുകയാ. ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറഞ്ഞു വിട്ടേ പറ എന്ന് പറഞ്ഞ് അരവിന്ദേട്ടാ വീടെത്തി, കണ്ണു തുറക്ക അരവിന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അച്ഛ എന്ന ആർപ്പ് വിളിയോടെ ഗംഗയും അങ്ങോട്ട് ഓടിയെത്തുകയാണ്. അവൾ സങ്കടത്തോടെ അച്ഛൻ എന്തു പറ്റി എന്ന് ശാരദയോടായി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മോളെ കണ്ടില്ലേ അരവിന്ദേട്ടാ, നമ്മുടെ മോള് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ അരവിന്ദേട്ടാ എന്ന് ശാരദ ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മയും അങ്ങോട്ടെത്തി എന്റെ പൊന്നു മോനെ എന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നിളയും യമുനയുമെല്ലാം സങ്കടത്തോടെ അച്ഛ എന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാ. എല്ലാവരും കരയുമ്പോഴും ഒരു മരവിപ്പോടെ നിൽക്കുകയാണ് ശാരദയും. എന്റെ പൊന്നുമോന് പകരം എന്നെ അങ്ങ് എടുത്തൂടായിരുന്നോ, ഇതൊക്കെ കാണാനാണോ ഭഗവാനെ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ നിലവിളിക്കുമ്പോഴേക്കും ചുറ്റും കൂടി നിന്ന് നിലവിളിക്കുന്നവരെല്ലാം ഒരു നിമിഷം നോക്കിക്കൊണ്ട് അരവിന്ദേട്ടാന്ന് വിളിച്ച് ശാരദയും തലകറങ്ങി വീഴുകയാ. എല്ലാവരും കൂടി ശാരദയെ താങ്ങി പിടിക്കുമ്പോഴേക്കും വിനീതും കൂട്ടരും അരവിന്ദനെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയാ.
ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പ്രവീണ വിളിച്ച് പറയുമ്പോഴേക്കും ആരോ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിന്ന് കുറച്ചെടുത്ത് ശാരദയുടെ മുഖത്ത് തളിക്കുമ്പോഴേക്കും ശാരദയ്ക്കും ബോധം വരുന്നുണ്ട്. ശാരദ എഴുന്നേൽക്ക് ശാരദ എന്ന് പറഞ്ഞ് പ്രവീണ വിളിക്കുമ്പോഴേക്കും കണ്ണു തുറക്കുന്ന ശാരദയും അരവിന്ദേട്ടൻ പോയെന്ന് പറഞ്ഞ് സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. പ്രവീണ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഈ കല്യാണം നടത്തണമെന്നത് അരവിന്ദേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇത് നടത്താതെ അരവിന്ദേട്ടന് പോവാൻ പറ്റുമോ? ഒരു ദിവസം പോലും ഞങ്ങളോട് സംസാരിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യനാ. ആ മനുഷ്യന് ഇത്ര പെട്ടെന്ന് ഞങ്ങളെ ഇട്ടച്ച് പോവാൻ കഴിഞ്ഞോ? അയ്യോ അരവിന്ദേട്ട എന്ന് പറഞ്ഞ് ശാരദ നെഞ്ചത്തടച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അയ്യോ അരവിന്ദേട്ടൻ എവിടെയെന്ന് പറഞ്ഞ് ശാരദ നിലവിളിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാവരും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോവുകയാ. അപ്പോഴേക്കും അരവിന്ദനെ കിടത്താനായി ഒരു വലിയ വാഴയിലയും വെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആ ദുരന്ത വാർത്തയറിഞ്ഞ് ആളുകളെല്ലാം അപ്പോഴേക്കും സ്നേഹതീരത്തേക്ക് എത്തി തുടങ്ങിയിരുന്നു. അരവിന്ദനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നിലവിളക്കും കത്തിവെച്ച് വെച്ച് ആ വാഴയിലേക്ക് കിടത്തുമ്പോഴേക്കും അവരെയും യമുനയും നിളയും ശാരദയും എല്ലാം അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാ. അച്ഛമ്മയും അരികെ ഇരുന്ന് സങ്കടത്തോടെ നിലവിളിക്കുകയാ. അരവിന്ദ മോനെ, എന്തിനായിരുന്നടാ ഇത്ര തിടുക്കം? ആർക്കും വേണ്ടാത്തൊരു കിളവി ഇവിടെ കിടക്കുന്നില്ലായിരുന്നോടാ? നിനക്ക് മരിക്കേണ്ട പ്രായമായില്ലല്ലോടാ പൊന്നുമോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴേക്കും ശാരദയും സങ്കടത്തോടെ കരഞ്ഞ് അരവിന്ദേട്ടാ, നമ്മുടെ ഗംഗമ്മളുടെ നിശ്ചയമായി ഇന്ന്. അരവിന്ദേട്ടന്റെ ആഗ്രഹമായിരുന്നില്ല അരവിന്ദേട്ട? ഈ 4 പിള്ളേരെയും കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും അരവിന്ദേട്ട എന്ന് ചോദിച്ച് പൊട്ടിക്കരയുമ്പോഴേക്കും സങ്കടം സഹിക്കാനാവാതെ കരയുകയാണ് നിളയും കാവേരിയും ഗംഗയും യമുനയും എല്ലാം. കുട്ടികൾക്ക് കൂടി നിൽക്കുന്നവരും സങ്കടത്തോടെ കണ്ണീർ തുടക്കുകയാ. അപ്പോഴാണ് സങ്കടത്തോടെ ഇരിക്കുന്ന പ്രവീണയും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ പെട്ടെന്ന് വിശാലിനെ തന്റെ അരികിലേക്ക് വിളിച്ച് ജയബാലേട്ടനോട് എന്ന് പറയുമ്പോഴേക്കും വിശാലും അത് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. പുറത്തിറങ്ങിയ വിശാൽ തന്റെ അച്ഛനെ മൊബൈലിൽ വിളിക്കുമ്പോഴേക്കും ജയബാലനും കാറിൽ ഒരു യാത്രയിലായിരുന്നു. വിശാലിന്റെ കോളാണെന്ന് കണ്ട് പറയട മോനെ എന്ന് ജയബാൽ പറയുമ്പോഴേക്കും അച്ഛൻ ഇപ്പോ എവിടെയാന്ന് വിശാലൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നിശ്ചയത്തിന് വന്നോണ്ടിരിക്കേടാ. എന്തു പറ്റി നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അവിടെ എന്ന് ജയബാലൻ ചോദിക്കേ. അരവിന്ദൻ അങ്കിൾ എന്ന് സങ്കടത്തോടെ വിശാൽ പറയുന്നുണ്ട്. എന്താ അരവിന്ദനെ എന്ന് ജയബാലൻ ചോദിക്കേ. അരവിന്ദൻ അങ്കിൾ മരിച്ചച്ച എന്ന് വിശാലും സങ്കടത്തോടെ പറയുകയാണ്. അരവിന്ദ എന്ന് ആർത്ത് വിളിച്ചോണ്ട് എന്താ നീ പറഞ്ഞേ എന്ന് ജയബാലൻ ചോദിക്കുമ്പോഴേക്കും അരവിന്ദൻ അങ്കിൾ മരിച്ചച്ച എന്ന് വിശാൽ വീണ്ടും പറയുന്നുണ്ട്. അതുകൾക്ക് ഒരു ഞെട്ടലോടെ ഇരിക്കുന്ന ജയബാലിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താൻ കാരണമാണ് അച്ഛൻ മരിച്ചതെന്ന സങ്കടം കാവേരിയോട് പറഞ്ഞ് ഗംഗ കരയുന്നതും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് അരവിന്ദനെ കാണാൻ ജയബാലനെത്തുന്നതും അമ്മാവ് മരിച്ച കാര്യം വിനീത് ചെന്ന് അമ്മയോട് പറയുന്നതും അതറിഞ്ഞ് ഹൃദയം തകർന്ന സുജാത അരവിന്ദനെ കാണാനായി വീട്ടിലേക്ക് ഓടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.